ബെഡ്റൂമിൻ്റെ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ട വീണ്ടും പുറത്തിറങ്ങിയിട്ട് അനുമോളെ ക്രോസ് വിസ്താരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആതിര നൂറ. പാവം അനുമോളിപ്പോൾ കരയുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണം, നിങ്ങൾ എന്ത് കാരണത്താലാണ് എൻ്റെ തെറ്റ് മാത്രം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ എൻ്റെ കൂടെ ഇത്രയും ദിവസം നിന്നിട്ട് നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ബാക്കിയുള്ളവർ ചെയ്യുന്നെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരിതുണ്ട്. പക്ഷെ നിങ്ങളും കൂടി ഇങ്ങനെ എന്നോട് എന്തിനാണ് പെരുമാറുന്നത്? അത് നീ ഷാനവാസിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഷാനവാസല്ലേ ഞങ്ങളെക്കാട്ടി കൂടുതൽ അടുപ്പമുള്ളത്? എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്നുള്ളത് വെച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട്, ഷാനവാസൊക്കെ പാവം മനുഷ്യൻ നിങ്ങളോട് മിണ്ടാതിരുന്നപ്പം മിണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കെതിരെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നത്? നിനക്ക് ഷാനവാസും അനീഷുമാണ് പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചായ ഞങ്ങൾക്ക് കിട്ടിയില്ല, നീ കിട്ടിയ ചായ എടുത്ത് ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടിയോന്ന് പോലും നീ ചോദിച്ചില്ലെന്ന് നൂറ പറയുന്നു. അനുമോൾ പറയുന്നത് 10 ഗ്ലാസ് നിരത്തി വെച്ചാണ് ഞാൻ ചായ ഒഴിക്കാറ്, 9 ഗ്ലാസ് വെച്ച് ഞാൻ ചായ ഒഴിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതുപോലെ 20 പേരുണ്ടെങ്കിൽ ആ 20 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചോറ് വിളമ്പാറ്, അല്ലാതെ 19 പ്ലേറ്റ് എടുത്ത് വെക്കാറില്ല. അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുവന്ന് എൻ്റെ തലയ്ക്ക് എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ പൊട്ടിക്കരയുകയാണ്. ഈ രണ്ടെണ്ണവും കൂടെ കുറേ സമയമായിട്ട് അനുമോളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി ഈ സമയം വരെ ജയിലിൽ നോമിനേറ്റ് ചെയ്ത് കയറ്റിയതിൻ്റെ അത് വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് അതിൽ നൂറയും കൂടെ ചെയ്യുന്നത്. അനുമോൾക്കത് മനസ്സിലായി. എപ്പോഴും ഇവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അനുമോൾക്കിട്ടൊരു പണി കൊടുക്കും, നെക്സ്റ്റ് സ്റ്റെപ്പ് അതവർ വെളുപ്പിക്കും. അപ്പോൾ ഇപ്പോൾ അവർ ഇന്ന് രാവിലെ ചെയ്തത് വെളുപ്പിക്കാനുള്ള പരിപാടിയാണ്. ക്യാപ്റ്റനായ ഷാനവാസിന് യാതൊരു പരാതിയില്ല. ഷാനവാസ് ഇതുവരെ സംസാരിക്കുന്നത് പോലുമില്ല ഇതിനെപ്പറ്റി. അതേ കടലമാവിൻ്റെ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇവർ അനുമോളോട് ചോദിച്ച് അനുമോളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആര്യനും അക്ബറുമാണ് നിനക്ക് പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് നീ അവർക്കുണ്ടാക്കി കൊടുത്തത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് നീ തന്നില്ല? ഞങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. എന്ത് കഷ്ടമാണെന്ന് നോക്കിയോ. കുറഞ്ഞ 1 മണിക്കൂറായിട്ട് ഈ 2 പെൺപിള്ളേർ അനുമോളുടെ പുറകെ നടന്നിട്ട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ബോറടിക്കത്തില്ലേ? ഈ കടലമാവും ഈ ചായ വിഷയവും അല്ലാതെ ഷാനവാസും അല്ലാതെ ഇവർക്ക് വേറൊന്നും പറയാനില്ല.